വനിതാ ദിനത്തിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിയെ മർദ്ദിച്ച CPM കൗൺസിലർ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും BJPയും. പ്രതിഷേധത്തിന്റെ ഭാഗമായി കൗൺസിലർ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് കോൺഗ്രസും BJPയും മാർച്ച് നടത്തി. പോലീസുകാരിക്ക് മർദ്ദനമേറ്റ സംഭവം ആദ്യം പുറത്തു കൊണ്ടുവന്നത് അമൃത TVയാണ്. വനിതാ ദിനത്തിൽ ആറ്റുകാൽ ക്ഷേത്രനടയിൽ പോലീസുകാരിയെ CPMന്റെ ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ആറ്റുകാലിൽ ഉയരുന്നത്. കോൺഗ്രസ് കരമന ബ്ലോക്ക് കമ്മിറ്റിയുടെയും BJP ആറ്റുകാൽ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണന്റെ ആറ്റുകാലിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ചിറമുക്ക് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. ആറ്റുകാൽ ആശുപത്രി പടിക്കൽ നിന്നും ആരംഭിച്ച BJPയുടെ പ്രതിഷേധ മാർച്ചും ചിറമുക്ക് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കൗൺസിലർ ഉണ്ണികൃഷ്ണൻ സ്ഥലത്ത് യഥേഷ്ടം വിഹരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയാൽ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമെന്നുള്ളതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രതി എന്ന് പറയുന്നയാൾ കോവിലിന്റെ പരിസരത്ത് വിഹരിക്കുന്നതാണ് ഞാൻ രാവിലെയും ക്ഷേത്രത്തിൽ വരുമ്പോൾ കാണാൻ കഴിഞ്ഞത്. പ്രദേശത്ത് തുടർച്ചയായി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് BJP മണ്ഡലം കമ്മിറ്റിയും വ്യക്തമാക്കി. ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അമൃത ചാനലിനെ നമ്മൾ അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പോർട്ട് പോലീസ് ഇതിനെ മുഖേന ഈ വനിതാ ദിനത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിക്കുക, അതിൻ്റെ തലേ ദിവസം 72 വയസ്സ് പ്രായമുള്ള തമ്പി എന്ന് പറയുന്ന ഒരാളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. 2 ഉത്സവം തുടങ്ങിയ ശേഷം 2 FIRൽ ഈ ഉണ്ണികൃഷ്ണൻ 1-ാം പ്രതിയാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ വരവ് കണക്കിലെടുത്ത ഇരു പാർട്ടികളും തങ്ങളുടെ പ്രതിഷേധം ചിറമുക്ക് ജംഗ്ഷനിൽ മാത്രമായി ചുരുക്കുകയായിരുന്നു. അറസ്റ്റ് നീണ്ടുപോയാൽ പൊങ്കാലയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.